സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പടന്ന MRHSലെ സിയ ഫാത്തിമ ഓൺലൈനായി മത്സരിക്കുകയാണ്. വീട്ടിൽ നിന്നാണ് മത്സരിക്കുന്നത്. വാസ്കുലൈറ്റിസ് എന്ന അപൂർവ രോഗം ബാധിച്ച് വേദന സഹിക്കുന്ന സാഹചര്യത്തിലാണ് ഓൺലൈൻ വഴി മത്സരിക്കുന്നത്. 10ാം ക്ലാസ്സുകാരിയായ സിയ ഫാത്തിമ അറബിക് പോസ്റ്റർ രചനയിലാണ് മത്സരിക്കുന്നത്. അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അഖില പടനയിലെ ഓട്ടോ ഡ്രൈവറായ മുനീറിന്റെ മകൾ സിയ ഫാത്തിമയാണ് ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അറബിക് പോസ്റ്റർ മേക്കിങ്ങിലാണ് സിയ പങ്കെടുക്കുന്നത്. കടുത്ത വേദന, അപൂർവ രോഗം കാരണം കടുത്ത വേദന അനുഭവിക്കുന്ന കുട്ടിയാണ് 10ാം തരത്തിൽ പഠിക്കുന്ന സിയയുടെ അതിയായ ആഗ്രഹമാണ് സംസ്ഥാന കലോത്സവത്തിൽ എന്തായാലും മത്സരിക്കുക എന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകുകയും തുടർന്ന് അതിനുള്ള നടപടി ഉണ്ടാകുമായിരുന്നു. ഇത് സംസ്ഥാനം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. സിയയുടെ പിതാവ് മുനീർ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നത്? അതായത് എന്റെ മോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയല്ലേ, അപ്പൊ അതിന് മത്സരിക്കുക എന്നത്. പക്ഷെ ഈ അസുഖം കാരണം മത്സരിക്കാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് വിദ്യാഭ്യാസം വന്നത്. അവരുടെ ടീച്ചേഴ്സാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. പിന്നെ അവർ ഒരു സന്ദേശം മന്ത്രിക്ക് അയച്ചു. ടീച്ചേഴ്സ് അവിടെ പോയി കണ്ട് സംസാരിച്ച് അങ്ങനെയാണ്. ഇപ്പോൾ ആരൊക്കെയാണ് മത്സരം നടത്താനായി എത്തിയിട്ടില്ല? കുട്ടിക്ക് അതിന്റെ അധികാരികൾക്ക് വന്നിട്ടുണ്ട്. കുട്ടിയുടെ ക്ലാസ് ടീച്ചറുണ്ടോ? ടീച്ചറുണ്ട്, എല്ലാ ടീച്ചേഴ്സും. വലിയ സന്തോഷത്തിലായ? അതെ, ഭയങ്കര സന്തോഷമാണ്. മോൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ള. കുട്ടി എന്താ പറയുന്നത്? കുട്ടി വളരെ ഹാപ്പിയാണ്. അവളെ വേദനകൾക്ക് മറന്നു എന്ന് തന്നെ പറയും. അത്രയും ഹാപ്പിയാണ്. ജില്ലയിൽ എന്തായിരുന്നു കുട്ടിക്ക് കിട്ടിയിരുന്നത്? 1ാം സ്ഥാനം. അങ്ങനെയാണ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ സിയ ഫാത്തിമ മികച്ചൊരു പ്രകടനം തന്നെ വീട്ടിൽ നിന്ന് ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ടെങ്കിലും പ്രകടമാക്കുമെന്ന് നമുക്ക് കരുതാം. ജില്ലയിൽ 1ാം സ്ഥാനം നേടിയാണ് സംസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മികച്ചൊരു പ്രകടനം കുട്ടി കാഴ്ചവെക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ വീട്ടിനകത്ത് അല്പസമയം മുമ്പ് നടന്നു കഴിഞ്ഞു. നമുക്ക് കുട്ടിയെ കാണുവാനോ അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങളോ അതിന്റെ ദൃശ്യങ്ങളോ പുറത്തുവിടാൻ കഴിയില്ല. അതിന് കർശനമായ നിബന്ധനകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. കൂടാതെ കുട്ടിയുടെ രോഗം പരിഗണിച്ച് കുട്ടി ക്വാറന്റൈനിൽ കൂടിയാണ്. അതിനാൽ തന്നെ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിനും അധികൃതർ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു കുട്ടി വീട്ടിൽ വെച്ച് ഓൺലൈനായി മത്സരിക്കുന്നു എന്നത്. അഖില.